പാത്തുട്ടിക്ക് ഇപ്പോൾ 3 വയസ്സാണ്. 3 വയസ്സിലെ പിള്ളേര് 3 വേർഡ്സ് യോജിപ്പിച്ചിട്ട് ഒരു സെന്റൻസ് ആക്കി പറയണം എന്നൊക്കെ പഴമക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പാത്തു അത് പറയും, പക്ഷെ അത് ഇംഗ്ലീഷിലാന്ന് മാത്രം. ആദ്യം പാത്തുട്ടി മൊബൈലിൽ റൈംസ് ഒക്കെ കണ്ടു തുടങ്ങി, പിന്നെ അത് കാർട്ടൂൺസ് ആക്കി, ഇപ്പം അത് ആനിമേറ്റഡ് മൂവീസ്, ഇംഗ്ലീഷ് ലേണിംഗ് ചാനൽസ് ആയി. അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. പാത്തുട്ടി കുറച്ചും കൂടി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം ഈ ഒരു ഭാഷയിൽ തന്നെയാണ് കേട്ടോ പറയണത്. അപ്പം ഞാനിങ്ങനെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴേ പലരും എന്നോട് കൺസേൺ ആയിട്ടും പറഞ്ഞിട്ടുണ്ട്, ക്രിട്ടിസൈസും ചെയ്തിട്ടുണ്ട്. മോളെ ഒന്ന് കൗൺസിലറെ കാണിക്കണം, ചിലപ്പോൾ വെർച്വൽ ഓട്ടിസം ആവാം എന്നൊക്കെ പറഞ്ഞിട്ടേ. എത്ര തന്നെ ആൾക്കാർ പറയുന്നത് ഒന്നും മൈൻഡ് ചെയ്യാണ്ട് ജീവിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും മക്കളെ കുറിച്ച് പറയുമ്പോഴുണ്ടല്ലോ നമുക്ക് അത് ഡീപ്പ് ഇൻസൈഡ് എവിടെയെങ്കിലുമൊക്കെ കെടുക്കുമല്ലേ. അപ്പം ഞാൻ ഇത്രയും വലിയൊരു ഇൻട്രൊഡക്ഷൻ തന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ രണ്ടും കൽപ്പിച്ചുകൊണ്ട് പാത്തുട്ടീനെ സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. എൻ്റെ ചേച്ചി സജസ്റ്റ് ചെയ്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എറണാകുളത്തുള്ള നിർവ്വാണം. പാത്തു ഇവിടുത്തെ ആൾക്കാരോട് ഇത്രയും മിങ്കിൾ ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. പാത്തുമായിട്ട് കുറച്ച് നേരം ഇൻട്രാക്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഞങ്ങളോട് പറഞ്ഞേ, അമ്മ അച്ഛനും സംസാരിക്കാതെ ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിച്ച് ഈ പ്രായത്തിൽ പറയണ കുട്ടി എന്തായാലും പോവേ മദർ ടങ്ക് പഠിച്ചിരിക്കും. അതിന് നിങ്ങൾ ഇത്രയും കൺസേൺ ആവേണ്ട കാര്യമൊന്നുമില്ല, ആ കൊച്ചിന് ഒരു കുഴപ്പമില്ല. അത് കേട്ടപ്പോൾ ഉണ്ടായ സമാധാനം ഉണ്ടല്ലോ. ഇത്രയും നാളും ഞങ്ങൾ പരസ്പരം ഇങ്ങനെ ഓരോ ഡയലോഗ്സ് പറഞ്ഞ് സമാധാനിക്കല്ലാണ്ട് വേറെ പുറത്തുനിന്ന് ഒരാളും ഞങ്ങളോട് ഈ ഒരു സംഭവം പറഞ്ഞിട്ടില്ല കേട്ടോ. കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഇങ്ങനത്തെ ഒരാൾ നമ്മളോട് അത് വന്ന് പറയുമ്പോഴുള്ളൊരു ആശ്വാസം അതൊന്ന് വേറെ തന്നെയാണ്. ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും നമ്മുടെ മക്കളുടെ പൊട്ടൻഷ്യൽസ് അറിഞ്ഞിട്ട് അവരെ വളർത്തിയെടുക്കുമ്പോഴാണ് അവർ ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഈ സൊസൈറ്റിയിലേക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെ ഡൊണേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുക. അതായത് നമ്മൾ അവരുടെ ഇൻബോൺ പൊട്ടൻഷ്യൽസ് അറിയുക, അവരുടെ സ്ട്രെങ്ത് എന്താ, അവരുടെ വീക്ക്നെസ് എന്താ, എന്തൊക്കെ എബിലിറ്റീസ് ആണ് എൻ്റെ മക്കൾക്കുള്ളത്, അവർക്ക് തിങ്കിങ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട്, അവരുടെ ഇമാജിനേഷൻ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എത്രത്തോളം ഉണ്ട്. ഈ ഒരു കാര്യത്തെയൊക്കെ നമ്മളൊരു ബ്രെയിൻ മാപ്പിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുഷ് ചെയ്യാതെ അവർക്കൊരു ചെറിയൊരു മോട്ടിവേഷൻ കൊടുത്താൽ തന്നെ അവർക്ക് കരിയർ സെലക്ട് ചെയ്യാനും അല്ലെങ്കിൽ 10th കഴിഞ്ഞിട്ട് ഏത് സ്ട്രീം എടുക്കണം എന്നൊക്കെ അവർക്ക് തന്നെ നമുക്കൊരു സജഷൻ തരാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റിയിലേക്ക് നമുക്ക് അവരെ എത്തിക്കാനായിട്ട് പറ്റും. അപ്പം എപ്പോഴും പാരന്റ്സ് എന്നുള്ള രീതിയിൽ ഒരു ചെറിയ പ്രായം എത്തുമ്പോൾ തന്നെ അല്ലെങ്കിൽ അവരൊരു 4-5 വയസ്സ് അല്ലെങ്കിൽ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ തന്നെ ഈ കാര്യങ്ങളെയൊക്കെ അനലൈസ് ചെയ്ത് അവരുടെ പേഴ്സണാലിറ്റീനെ മനസ്സിലാക്കി അവർക്ക് വേണ്ട സപ്പോർട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കൊടുത്തു തുടങ്ങുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് മക്കളെ വളർത്തിയെടുക്കുന്നതിൽ ഒരുപാട് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടെസ്റ്റുകളാണ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളാണ്, സൈക്കോമെട്രിക് ടെസ്റ്റ്, അതുപോലെ DMIT എന്ന് പറയുന്ന ടെസ്റ്റൊക്കെ നമ്മുടെ മക്കളുടെ അഭിരുചികളെ തിരിച്ചറിയാനുള്ള ടെസ്റ്റുകളാണ് ഇതെല്ലാം. നമ്മുടെ നിർവ്വാണ ലൈഫ് പാത്തിൽ നമ്മൾ ഈ സർവീസസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെയുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ, അതേപോലെ തന്നെ നമുക്കൊരു കരിയർ സ്വിച്ച് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു കരിയറിൽ ഇരിക്കുകയാണ്, നമുക്ക് അതിൽ അത്ര ഹാപ്പിനെസ് കിട്ടുന്നില്ല, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ മനസ്സുകൊണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഹാപ്പി അല്ല. അപ്പൊ നമുക്കൊരു കരിയർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് സൊസൈറ്റി എന്ത് പറയും, ഈ പ്രായത്തിൽ ഞാൻ ജോലി മാറിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ എന്ത് ഉത്തരം കൊടുക്കും, അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ലാതിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന പലതരത്തിലുള്ള ടെസ്റ്റുകളും സർവീസുകളുമാണ് നമ്മൾ നിർവ്വാണയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ US പേറ്റന്റ് ഉള്ളവരാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സർവീസസ് കൊടുക്കുമ്പോൾ ഒരു റെഫറൻസ് പോലെ, ഒരു ഗൈഡ് ലൈൻ പോലെ അവരുടെ ലൈഫിനെ റൂട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആണ് നമ്മൾ നിർവ്വാണ ആക്ച്വലി ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കരിയർ എന്ന് പറയുന്നത്, ഒരു കരിയർ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ പാരന്റ്സിന് ഇപ്പോൾ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കുട്ടികൾക്ക് എല്ലാ എബിലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ആ കഴിവുണ്ട്, അവർ സയൻസിലും എടുക്കലാണ്, കൊമേഴ്സിലും എടുക്കലാണ്, പക്ഷെ ഏതിലോട്ട് പോകണം, അവർക്കൊരു ഡ്രീം ഇല്ല, ഒരു ഗോൾ ഇല്ല, അതെങ്ങനെയാണ് അവരിലേക്ക് എത്തിക്കേണ്ടത് എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യുന്ന പാരന്റ്സ് ഉണ്ട്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് അങ്ങനെ വന്നിട്ടുണ്ട് നമ്മുടെ നിർവ്വാണയിൽ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ കരിയർ ഗൈഡൻസ് എന്ന് പറയുന്ന ഒരു കരിയർ സ്റ്റുഡിയോ പോലെ അവർക്ക് വേണ്ടത് എന്താണ്, അവരുടെ ഈ ടെസ്റ്റുകൾ അടക്കമുള്ള ഒരു പാക്കേജ് പോലെ നമ്മൾ അവരെ ഒരു കണ്ടിന്യൂസ് ഫോളോ അപ്പ് ചെയ്തിട്ടാണ് അവരെ നമ്മൾ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുന്നത്. എന്നിട്ട് അവർ വേറെ ഒരു കാര്യം കൂടി പറഞ്ഞു, ശരിക്കും അവൾക്കല്ല, നിങ്ങൾക്കൊരു കൗൺസിലിംഗ് ആണ് വേണ്ടത്. സത്യമായിട്ടോ, പുതിയതായിട്ട് പാരൻസ് ആവണ എല്ലാവർക്കും ഒരു കൗൺസിലിംഗ് അത്യാവശ്യമാണ്. അച്ഛൻ്റെ അമ്മേടെയും ജീവിതം, സ്പെഷ്യലി അമ്മമാരുടെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫൈറ്റാണ്. കുട്ടി ജനിക്കുന്ന തൊട്ട് അവളുടെ ഒരു ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വരെ എല്ലാവരോടും നമ്മൾ യുദ്ധം ചെയ്യണം. ഇടയ്ക്ക് അടി തെറ്റുമ്പോഴേ പിടിച്ചെണീപ്പിക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് അത്യാവശ്യമാണ്. ആഫ്റ്റർ ഓൾ പാരൻസിന്റെ സപ്പോർട്ടല്ലേ കുട്ടികളുടെ സ്ട്രെങ്ത്. എൻ്റെ പേര് മഞ്ജുഷ്, ഞാൻ സർട്ടിഫൈഡ് ലൈഫ് കോച്ചാണ്, നിർവ്വാണ ലൈഫ് പാത്തിൽ വർക്ക് ചെയ്യുന്നു. ഈ ലൈഫ് കോച്ചിങ് എന്ന് പറയുമ്പോൾ അത് സൈക്കോളജിയുമായിട്ട് കണക്റ്റഡ് ആണ്. സൈക്കോളജി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയാണ്, ഒരു ഭ്രാന്ത് എന്ന രീതിയിലാണ് സൈക്കോളജിനെ എല്ലാവരും കാണുക. നമ്മൾ ഒരു മാനസികമായ പ്രശ്നത്തിന് കൺസൾട്ട് ചെയ്യുന്നത് വലിയ പ്രശ്നമായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. ശരിക്കും അങ്ങനെയല്ല. നമ്മളൊരു ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന പോലെ തന്നെയാണത്. നമുക്ക് ഒരു സുഹൃത്തെന്ന രീതിയിൽ ഒരാളോട് സംസാരിക്കുന്ന അതേ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ രീതിയിലുള്ള കറക്റ്റ് അഡ്വൈസ് എടുക്കുമ്പോഴാണ് ലൈഫ് സ്മൂത്തായിട്ട് പോവുക. ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട്
ആ ഗോള് സെറ്റ് ചെയ്ത് നമ്മുടെ ഡ്രീംസിലോട്ട് എത്താവുന്ന ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കലാണ്. നമ്മുടെ ലൈഫിൽ ഒത്തിരി ഏരിയയിൽ നമ്മൾ സ്റ്റക്ക് ആവാറുണ്ട് അല്ലേ? റിലേഷൻഷിപ്പിൽ, ഫിനാൻഷ്യൽ ഏരിയാസിൽ, ബിസിനസ്സിലൊക്കെ നമ്മൾ സ്റ്റക്ക് ആവും. ആ സ്റ്റക്ക് ആവുന്ന ഏരിയയിലെല്ലാം കറക്റ്റ് അഡ്വൈസ്. ഇപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, നമ്മൾ സുഹൃത്തുക്കളോട് ചോദിക്കും, ബന്ധുക്കാരോട് ചോദിക്കും. പക്ഷെ അവർക്കൊരു ന്യൂട്രൽ ലെവലിലായിരിക്കും ചിലപ്പോൾ നിൽക്കുന്ന ആൻസർ പറയാം. അല്ലെങ്കിൽ ജഡ്ജ്മെൻ്റലായിട്ട് അവർ പറയും, ഇപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ടാന്ന് എന്നൊക്കെ പറയുമ്പോൾ നമ്മളവിടെ സ്റ്റക്കായി പോകും. പക്ഷേ ഒരു പ്രൊഫഷണൽ ലെവലിൽ നമ്മളൊരു അഡ്വൈസ് സീക്ക് ചെയ്ത് ഒരു മെൻറ്ററിങ് പോലെ കൂടെ നിന്ന് സന്തത സഹചാരിയായിട്ട് നമ്മൾ ഒരു അഡ്വൈസ് കൊടുത്ത് അവരെ ആ ഒരു സക്സസ്സിൽ എത്തിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത്. അതിപ്പോൾ നിർവ്വാണ ലൈഫ് പാത്ത് നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തേ എനിക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നിയില്ല. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയോണ്ട് തന്നെ ഞാൻ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഇവരുടെ സർവീസും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഷെയർ ചെയ്യാണ് കേട്ടോ. ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ലെഫ്റ്റ് ഔട്ട് ആയിട്ടോ വർത്ത്ലെസ് ആയിട്ടോ ഫീൽ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഈ കാണുന്ന നമ്പറിൽ നിർവ്വാണേനെ ഒന്ന് കോൺടാക്ട് ചെയ്യണം. ഹായ്, എൻ്റെ പേര് റിനു അശോക്. ഞാൻ നിർവ്വാണ ലൈഫ് പാത്തിന്റെ ഫൗണ്ടറാണ്, മെന്റൽ ഹെൽത്ത് തെറാപ്പിസ്റ്റ് ആണ്. സോ നമ്മളിവിടെ നിർവ്വാണയിൽ നമുക്ക് തന്നെ അറിയാം നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും നമ്മൾ സ്റ്റേറ്റിൽ പോവാറുണ്ട് അല്ലേ. നമ്മൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടാകാം. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മനുഷ്യരുണ്ടാകാം. നല്ലൊരു കരിയർ ചൂസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു ജോലിയിലേക്ക് പോകാനായിട്ട് എന്തെടുക്കണമെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന മനുഷ്യരുണ്ടാകാം. നമ്മൾ പാരന്റ്സ് മാതാപിതാക്കളായി നിന്നുകൊണ്ട് നമ്മുടെ കുട്ടികളെ എത്ര നന്നായിട്ട് വളർത്തണമെന്നും എങ്ങനെയൊക്കെ ഓരോ ഘട്ടങ്ങളിൽ ഗൈഡ് ചെയ്യണമെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകാം. അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും പല കാര്യങ്ങളിൽ നല്ല കോൺഫിഡന്റ് ആയി നിന്നിട്ട് പെട്ടെന്ന് ഷൈ ആയി പോവുക, പെട്ടെന്ന് കോൺഫിഡൻസ് പോയിട്ടുള്ള കുട്ടികളുണ്ടാവാം. സ്റ്റേജ് ഫിയേഴ്സ്, പല രീതിയിലുള്ള പേടികളുള്ള കുട്ടികളുണ്ടാകാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പിൽ, ബന്ധങ്ങളിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ടാകാം. ഹസ്ബൻഡ് വൈഫായിട്ടുള്ള ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുള്ളവരുണ്ടാകാം. അല്ലെങ്കിൽ പാരന്റ്സ് ആയിട്ട് പ്രശ്നങ്ങളിൽ നിൽക്കുന്നവരുണ്ടാകും. വർക്ക് സ്പേസിൽ ഒരു സോഷ്യൽ ലൈഫിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആൾക്കാരുണ്ടാകാം. ഇങ്ങനെയുള്ള നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ ഒരു മെന്റർഷിപ്പിൽ, നല്ലൊരു മെന്റർഷിപ്പിൽ സ്ട്രാറ്റജിക്കലായിട്ട് നമുക്ക് നമ്മുടെ പ്രൊഫഷണൽസിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് ലൈഫിനെ ഉള്ള ഇംബാലൻസസിനെയൊക്കെ, കുഞ്ഞു ഇംബാലൻസുകളൊക്കെ സ്മൂത്ത് ആയിട്ട് ബാലൻസിലോട് കൊണ്ടുവന്ന് ഹാപ്പി ആയിട്ട് ജീവിതത്തെ കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മീഡിയമാണ് നിർവ്വാണ ലൈഫ് പാത്ത്.